ഇത് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് റെഡിമെയ്ഡ് ആയിട്ടുള്ള പൗച്ചിൽ പാക്ക് ചെയ്തിരിക്കുന്ന ഐസ് ക്യൂബ്സ് ആണ്. ഈ ഐസ് ക്യൂബ്സ് ഇന്ന് കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ ഒരുപാട് ചെറിയ ചെറിയ കൂൾ ബാറുകൾ, അതുപോലെ ഹോട്ടലുകൾ, ബേക്കറികൾ, ഷോപ്പുകളെല്ലാം ധാരാളമായി വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ഐസ് ക്യൂബ്സ്. പണ്ട് ഷോപ്പിൽ അവർ തന്നെ പൊട്ടിച്ചിടുമായിരുന്നു. ഇപ്പൊ അതല്ല, ഇത് പുറത്തുനിന്ന് വാങ്ങുവാണ്. അതുണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനി ചെറിയ ചെറിയ കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പൗച്ചിലാക്കി ഇത് സപ്ലൈ ചെയ്യും. വലിയൊരു മുതൽ മുടക്കില്ലാതെ ചെയ്തു നോക്കാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ആശയമാണ് പങ്കുവെക്കുന്നത്. ഈ ഐസ് ക്യൂബ്സ് നമുക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ സോഴ്സ് ചെയ്യുക. തുടക്കമൊന്നും ആദ്യം പോയി മെഷീനൊന്നും വാങ്ങിച്ച് കളയരുത്. മെഷീനൊക്കെ ഇല്ലാതെ തന്നെ ആദ്യമേ ചെയ്ത് നോക്കാം. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ ഐസ് ഫാക്ടറി ഒക്കെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ച് നല്ല ഹൈജീനിക് കണ്ടീഷനിൽ ഐസ് ക്യൂബ്സ് ആദ്യം സപ്ലൈ ചെയ്യിക്കുക. അവര് നിന്ന് സപ്ലൈ ചെയ്ത് നമുക്ക് പാക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലാർജ് സ്കെയിലിൽ പോകാൻ പറ്റാവുന്നവർക്ക് അതിന് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട്. 36,000 രൂപ മുതൽ അതിന്റെ പല റേഞ്ചിലുണ്ട്. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് ആദ്യം പോയി മെഷീൻ വാങ്ങരുത്. ആദ്യം ചെറിയ സ്കെയിലിൽ ചെയ്ത് തുടങ്ങി നോക്കിയിട്ട് നമുക്ക് ആ ബിസിനസ് സക്സസ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വലിയ മെഷീൻ തന്നെ വാങ്ങലായിരിക്കും നല്ലത്. ഇത് ചെയ്ത് നോക്കാനായിട്ട് വേണ്ടത് ആകെയുള്ളത് ഇതിന് പൗച്ചുകളാണ്. ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് ആദ്യം വരുന്നത്. അത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള പൗച്ചുകൾ അവൈലബിൾ ആണ്. ഇവിടെ റെഡിമെയ്ഡ് പൗച്ചുകളാണ്. പാക്ക് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. പല സൈസിലുള്ളതും പല ഡിസൈനുള്ളതും ഒക്കെ ഉണ്ട്. അത് 2 കിലോ 3 കിലോ ഒക്കെ ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, തുടക്കത്തിൽ തന്നെ ഒരു ബ്രാൻഡൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പ്രിന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുപോലെ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്ത് ട്രാൻസ്പെറൻസി ഉണ്ട്, മറുഭാഗത്ത് അതിന്റെ ഐസ് ക്യൂബിന്റെ തന്നെ. പറഞ്ഞു വരുന്നത്, ഇത് ലാർജ് സ്കെയിലിൽ എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു സാധനം. അതനുസരിച്ച് മാർക്കറ്റ് വെല്ലുവിളിയുണ്ട്. വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് അവസരങ്ങൾ ഉള്ളത് കൊണ്ടോ മാത്രം പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് എവിടെ നിന്നൊക്കെ ഇത് വരുന്നത്, ആരൊക്കെ ഇതിന്റെ ധാരാളം ആവശ്യക്കാരുണ്ട്. ഇത് ഷോപ്പുകൾക്ക് വളരെ വളരെ കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ നല്ല രീതിയിൽ ഒന്നില്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ പൗച്ചിൽ ഇതുപോലെയുള്ള സീലിംഗ് മെഷീൻ മാത്രമാണ് അതിന് അത്യാവശ്യം വേണ്ടത്. ഇതുപോലെ ആദ്യം വാങ്ങണ്ട. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അടുത്തുള്ള ആരെങ്കിലും അടുത്ത് വാങ്ങി സീൽ ചെയ്ത് നോക്കി ഇതൊരു വയബിലിറ്റി സ്റ്റഡിയാണ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലാർജ് സ്കെയിലിൽ പോകാൻ പറ്റാവുന്ന ഒരാശയം മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ നല്ലവണ്ണം മനസ്സിലാക്കി നല്ലവണ്ണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക. അതിന് അനുബന്ധമായ മെഷീനറികളും പൗച്ചുകളൊക്കെ വേണ്ടി ഞങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിലും കിട്ടും. നന്ദി, നമസ്കാരം.